നമസ്കാരം. വ്യക്തതയില്ലാതെ PV അൻവർ MLAയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. UDFൽ കണ്ണുവെച്ചാണ് നീക്കങ്ങളെങ്കിലും സർവത്ര സ്വതന്ത്രനാണ് താനെന്ന വിധത്തിലാണ് അൻവർ മുന്നോട്ടു പോകുന്നത്. ഇന്നലെ ചന്തമുക്കിൽ നടത്തിയ പ്രസംഗത്തിൽ CPMനെതിരെ രൂക്ഷ വിമർശനമാണ് അൻവർ ഉന്നയിച്ചത്. എന്നാൽ BJPക്കാർക്ക് ആവേശം പകരുന്ന കാര്യങ്ങളും ഈ പ്രസംഗത്തിൽ അൻവർക്ക് ലഭിച്ചു. കേരളത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് PV അൻവർ MLA പറഞ്ഞതാണ് BJP പ്രൊഫൈലുകൾ നിലവിൽ ഏറ്റെടുത്ത സൈബറിടത്തിൽ ആഘോഷമാക്കുന്നത്. BJPക്ക് തിരക്കില്ല, സാവധാനമാണ് കേരളത്തിൽ അവർ വളരുന്നതെങ്കിലും BJPയുടേത് സ്ഥിരതയുള്ള വളർച്ചയാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. BJPയുടെ പദ്ധതി എന്താണെന്ന് അൻവർ വ്യക്തമാക്കിയെങ്കിലും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാറുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. സംഘപരിവാർ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഇവിടെ നടപ്പിലാകാൻ പോകുന്നേയുള്ളൂ എന്നാണ് അൻവർ പറഞ്ഞത്. 2026 തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നമിടുന്നത് 25 സീറ്റാണ്. അതവർ നേടുക തന്നെ ചെയ്യും. സംശയം കൂടാതെ അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2031 അവർ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും. അവർക്ക് തിരക്കില്ല. സ്ലോയായും സ്റ്റഡിയായുമാണ് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നും അൻവർ പറഞ്ഞു. അൻവർ പറഞ്ഞ കാര്യം തള്ളിപ്പറയേണ്ടതില്ലെന്ന് പറഞ്ഞാണ് സംഘപരിവാറുകാർ പ്രസംഗം ഷെയർ ചെയ്തിരിക്കുന്നത്. BJP കേന്ദ്ര നേതൃത്വം വിശാലമായ പ്ലാനോടെയാണ് കേരളത്തിൽ മുന്നോട്ടു പോകുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതാണ് അൻവറിന്റെ പ്രസംഗം. എന്തായാലും സംഘപരിവാറുകാരെ എതിർക്കാൻ തുനിഞ്ഞിറങ്ങിയ PV അൻവറിന്റെ പ്രസംഗം സൈബറിടത്തിൽ BJPക്കാർക്ക് ആവേശം പകർന്നു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMനേറ്റത് കനത്ത തിരിച്ചടിയാണെന്നും പ്രസംഗത്തിനിടെ അൻവർ സൂചിപ്പിച്ചു. എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞുവെന്ന കാര്യം പാർട്ടി പരിശോധിച്ചില്ല. ജനസമ്മതി ഉണ്ടായിരുന്ന ശൈലജ ടീച്ചർക്ക് പോലും എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ലെന്നും അൻവർ ചോദിച്ചു. പിണറായിയെ പേടിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ലെന്നും MLA കുറ്റപ്പെടുത്തി. താൻ പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജനങ്ങൾ ഒരു പാർട്ടിയായി മാറിയാൽ ഒപ്പം ഉണ്ടാകുമെന്നും അൻവർ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞു. തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. നാളെ ഏതെങ്കിലും ഒരു തെരുവിൽ ഞാൻ വീണ് മരിച്ചേക്കാം. ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. യുവാക്കൾ പിന്മാറരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാനൊരു പാർട്ടിയും ഉണ്ടാക്കുന്നില്ല. എന്നെ പല പാർട്ടികളിലേക്കും ക്ഷണിക്കുന്നുണ്ട്. കേരളത്തിലെ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അവരോടൊപ്പം ഞാനും ഉണ്ടാകും. എന്തിനാണ് ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നത്? എനിക്ക് എന്താണ് ലാഭം? സകല നേതാക്കന്മാരെയും മന്ത്രിസഭയ്ക്കകത്തും പുറത്തും അരച്ചു കലക്കി. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. കള്ളക്കേസുകൾ കൊടുത്ത് എൻ്റെ സ്വത്ത് ഇല്ലാതാക്കി. കക്കാടംപൊയിൽ പാർക്ക് പ്രവർത്തിക്കുന്നതിന് പ്രശ്നമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് കൊടുത്തതാണ്. ചില സ്ഥലങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യണമെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് പ്ലാൻ വരച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ട് ഒരാഴ്ചയായി. ഈ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഒരു IPS ഉദ്യോഗസ്ഥൻ കാലിൽ കിടന്ന് ചുറ്റുകയാണ്. ഞാൻ നിങ്ങളുടെ കീഴിൽ 25 കൊല്ലം സേവനം നിന്നോളാമെന്ന് എല്ലാ കാര്യങ്ങളിലും എന്നോട് ചോദിക്കുന്നു. ഞാനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ തോന്നില്ലേ? ജനങ്ങൾക്ക് കുറച്ചുകൂടി വില ഉണ്ടാവില്ലേ? ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നതിന് ഇനി ഞാൻ ജയിലിലേക്കാണ് പോകുന്നത്. നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു തെരുവിൽ ഞാൻ വെടികൊണ്ട് വീണേക്കാം. ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. ചെറുപ്പക്കാർ ദയവായി പിന്തിരിയരുത്. ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ലെന്നും അൻവർ തൻ്റെ പ്രസംഗത്തിൽ കൂടി പറഞ്ഞു. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിക്കൊണ്ടാണ് PV അൻവർ MLA CPM തുറന്ന പോര് നടക്കുന്നത്.